गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्मा तस्मै ശ്രീഗുരവേ നമഃ. A.V.S. സുധമേക് അഗോങ് വാസ്പോഡോ സോഞ്ചോട്ടോ എന്ന ഇന്തോനേഷ്യക്കാരൻ്റെ അനുഭവമാണ് പറയുന്നത്. അദ്ദേഹം യുവാവായിരിക്കുമ്പോൾ ഇന്തോനേഷ്യയിലെ ഒരു ബുദ്ധിസ്റ്റ് ലീഡറായിരുന്നു. പെട്ടെന്നാണ് ഒരു ദിവസം തൻ്റെ 23 മാസം പ്രായമുള്ള പെൺകുഞ്ഞിന് ബ്ലഡ് ക്യാൻസറാണെന്ന് അദ്ദേഹം അറിയുന്നത്. 18 മാസം ചികിത്സിച്ചു. എന്നാൽ കുഞ്ഞ് മരിച്ചുപോയി. അദ്ദേഹം തേരവാഡ ബുദ്ധിസത്തിൽ വിശ്വസിച്ചിരുന്നതിനാൽ ഭാര്യയെ ദേവതയായിട്ടാണ് കണ്ടിരുന്നത്. ദുഃഖിതയായ ഭാര്യയ്ക്ക് കൂട്ടായി വീട്ടിൽ തന്നെയിരുന്നു. അങ്ങനെ ജോലിയിൽ താൽപ്പര്യം നഷ്ടമായി. കുറെക്കാലം വളരെ ബുദ്ധിമുട്ടി. പിന്നീട് ജാവയിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു. അപ്പോഴാണ് അനിയൻ അദ്ദേഹത്തെ വിളിച്ചിട്ടു പറഞ്ഞത്, ചേട്ടാ, എനിക്ക് ചെറിയ കാർഡിയാക്ക് പ്രോബ്ലം ഉണ്ട്. ജാവയിൽ നല്ല കാർഡിയാക്ക് ഡോക്ടർമാർ ഇല്ല, അതിനാൽ സിംഗപ്പൂരിൽ പോകണം. ചേട്ടനും എൻ്റൊപ്പം വരണം. അങ്ങനെ ചേട്ടനും അനിയനും കൂടി സിംഗപ്പൂരിലെത്തി ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടു. ഡോക്ടറുടെ മുമ്പിലിരിക്കുമ്പോൾ ഡോക്ടറുടെ നോട്ടം മുഴുവൻ ചേട്ടനിലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കല്ല രോഗം ഡോക്ടർ, അനിയനാണ്. അനിയൻ്റെ പരിശോധനകൾക്ക് ശേഷം അയാൾ വെളിയിൽ കാത്തു നിൽക്കാൻ ഡോക്ടർ ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് ഡോക്ടർ ചേട്ടനോട് പറഞ്ഞു, ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയാം, നിങ്ങളുടെ ഫുൾ ചെക്കപ്പ് കഴിഞ്ഞേ ഞാൻ വിടൂ. നിങ്ങളുടെ മുഖം കണ്ടാലറിയാം. വെരി സിവിയർ കോംപ്ലിക്കേഷൻ. അദ്ദേഹം വിചാരിച്ചു, ഈ ഡോക്ടർ എന്താണ് പറയുന്നത്? ടെസ്റ്റുകൾ എല്ലാം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അഡ്വാൻസ്ഡ് സ്ക്ലിലോഡെർമ, അതായത് വളരെ അപൂർവമായ രോഗങ്ങളുടെ പെടുന്ന ഒരു രോഗം ആണെന്ന്. ദിവസങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ഇനി ബാക്കിയുള്ളൂ. അദ്ദേഹം റൂമിന് പുറത്തിറങ്ങിയപ്പോൾ ആലോചിച്ചു, എന്തായാലും ഇത് ഭാര്യയോട് പറയേണ്ട. അറിഞ്ഞാൽ ഭാര്യയും ജനിക്കാനിരിക്കുന്ന കുട്ടിയും നഷ്ടപ്പെടും. ഭാര്യയുടെ മുന്നിൽ പോയി അഭിനയിക്കാം. സുധമേക്ക് പറയുന്നത് സ്ക്ലിലോഡെർമ എന്ന് കേട്ടപ്പോൾ മുതൽ ആരോഗ്യം പോയി തുടങ്ങി എന്നാണ്. എന്നും ഭാര്യയുടെ അടുത്തുപോയി തമാശ പറയും, ചിരിക്കും. ചിരിച്ച് അപ്പുറത്തെ മുറിയിൽ പോയി ഒറ്റക്കരച്ചിലാണ്. എന്നിട്ട് ആ കട്ടിലിൽ പിടിച്ചിട്ട് പറയും, എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ലല്ലോ ഈശ്വര ആരോടും. അപ്പോഴാണ് ആരോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അഷിം ജിനാർക്കിതയുടെ കാര്യം കൊണ്ടുവരുന്നത്. നമ്മൾ ഇന്തോനേഷ്യൻ ബുദ്ധമതക്കാർക്ക് ജീവിച്ചിരിക്കുന്ന ദലൈലാമയാണ് അഷിം ജിനാർക്കിത. അദ്ദേഹത്തെ പോയി കാണൂ. നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. കാഷായമൊക്കെ ഉടുത്ത് നീണ്ട താടിയുമായി ഒരാൾ. എപ്പോഴും ജപം. അദ്ദേഹം പറഞ്ഞു, ഒരാൾക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ. ആരാണോ ഭൂമിയിലേക്ക് ബുദ്ധനെ അയച്ചത് ആ ആൾക്ക്. ബുദ്ധനെ അയച്ച ആളോ? ആരാണത്? ചെറുപ്പക്കാരൻ ചോദിച്ചു. ഭഗവാൻ ശ്രീ സത്യസായി ബാബ. ബുദ്ധഗുരു പറഞ്ഞു, ഗുരു, അങ്ങേ തന്നെ ഞങ്ങൾ ബുദ്ധനായിട്ടാണ് കരുതുന്നത്. അങ്ങ് പറയുന്നു നമ്മൾ പൂജിക്കുന്ന ബുദ്ധനെ വിട്ട ആളെന്ന്. ഞാൻ വിശ്വസിക്കില്ല, ചെറുപ്പക്കാരൻ പറഞ്ഞു. വിശ്വസിക്കുന്നില്ലെങ്കിൽ വിധിച്ചിട്ടില്ല, ഗുരു പറഞ്ഞു. ഇത് നടക്കുന്നത് 1992 ഫെബ്രുവരിയിൽ. ചെറുപ്പക്കാരൻ്റെ മനസ്സുമാറി. അദ്ദേഹം ചോദിച്ചു, എവിടെയാണ് എനിക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിയുക? ഇന്ത്യയിൽ, ആന്ധ്രാപ്രദേശിൽ, പുട്ടപർത്തിയിൽ. ചെറുപ്പക്കാരൻ രോഗം കാരണം തകർന്നു പോകുന്ന അവസ്ഥയിലായിരുന്നു. ഭാര്യയോട് ഒഫീഷ്യൽ ടൂറിന് പോകുകയാണെന്ന് നുണ പറഞ്ഞു. പെട്ടെന്ന് തന്നെ വിസയൊക്കെ സംഘടിപ്പിച്ച് പുട്ടപർത്തിയിലെത്തി. സമയം 2 മണി. 3 മണിക്കാണ് ഭഗവാൻ ദർശനത്തിന് വരുന്നത്. ഭഗവാൻ ദർശനത്തിന് വന്നു. സുധമേക്കിൽ ഒരൊറ്റ വിളി. അദ്ദേഹം വിചാരിച്ചു, എന്നെയാണല്ലോ വിളിക്കുന്നത്. ഭഗവാൻ നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. അകത്തേക്ക് വരാൻ കൈ ചൂണ്ടി ആവശ്യപ്പെട്ടു. മുറിയിലേക്ക് കയറുമ്പോൾ അദ്ദേഹവും ഭഗവാനുമായി 10 അടി ദൂരം മാത്രം. ഭഗവാൻ വിളിച്ചുള്ള സുധമേക്ക് 3 പ്രാവശ്യം ഹാപ്പി 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 എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു. നിരാശനായ സുധമേക്ക് നേരെ എത്തിയത് തൻ്റെ ബുദ്ധഗുരുവായ അഷിം ജിനാർക്കിതയുടെ അടുത്ത്. നേരെ പോയി ഡോക്ടറെ കാണാൻ ഗുരു പറഞ്ഞു. അടുത്ത ഫ്ലൈറ്റിൽ അദ്ദേഹം സിംഗപ്പൂരിലെത്തി. ടെസ്റ്റുകൾ വീണ്ടും ചെയ്തു. അതുമായി ഡോക്ടറെ കണ്ടു. അദ്ദേഹം അതിശയിച്ച് അമ്പരന്ന് പോയി. 15 മിനിറ്റോളം. ഡോക്ടർക്ക് മിണ്ടാൻ പറ്റിയില്ല. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിട്ടിരിക്കുന്ന ഈ വെള്ള വസ്ത്രം ഊരിത്തരാം. ഇതെങ്ങനെ സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായി ഭേദമായിരുന്നു. സുധമേക്ക് നടന്ന സംഭവമെല്ലാം വിവരിച്ചു. വീട്ടിലെത്തിയ അദ്ദേഹം വളരെ മാറിക്കഴിഞ്ഞിരുന്നു. ഭാര്യയോട് പറഞ്ഞു, ഇനി എൻ്റെ എല്ലാം ഒരാൾക്കു മാത്രമാണ്. എൻ്റെ സമ്പത്ത്, സമയം എല്ലാം. ഭാര്യ ചോദിച്ചു, അതാരാണ്? ഭഗവാൻ ശ്രീ സത്യസായി ബാബ.
അദ്ദേഹം പിന്നീട് പീനട്ട് കിങ് ഓഫ് ഇന്തോനേഷ്യ എന്നറിയപ്പെടുന്ന ഏഷ്യയിലെ തന്നെ സമ്പന്നനായ ഒരു വലിയ ബിസിനസ്സുകാരനായത് ചരിത്രം. 13,000-ലധികം ആൾക്കാർ ജോലി ചെയ്യുന്ന ഗരുഡ ഗ്രൂപ്പ് കമ്പനിയുടെ ചെയർമാനാണ് ഇപ്പോൾ അദ്ദേഹം. 2010 ബുദ്ധ പൂർണിമയ്ക്ക് പ്രശാന്തി നിലയത്തിലെത്തിയ അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, "എന്റേത് ഒരു ബിസിനസ് എന്റർപ്രൈസ് അല്ല, എന്റേത് ഒരു സ്പിരിച്വൽ എന്റർപ്രൈസ് ആണ്. അതേക്കുള്ള ലാഭം എടുക്കാത്ത, തെറ്റായ പരസ്യങ്ങളില്ലാത്ത, കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കാത്ത ബിസിനസ്." അദ്ദേഹത്തിന്റെ ബുദ്ധ ഗുരുവായ അഷിം ജിനാർക്കിതയുടെ മൊണാസ്റ്ററിയിൽ ഭഗവാൻ സത്യസായി ബാബയ്ക്കായി ടോയ്ലറ്റും മറ്റുമായി പ്രത്യേകം കിടപ്പുമുറിയും പ്രത്യേക ആരാധന സ്ഥലവുമുണ്ട്. അതിനെ എതിർത്തുകൊണ്ട് ചിലർ രംഗത്തു വന്നിരുന്നു. ബുദ്ധനാണ് നമ്മുടെ ഗുരു. ഇദ്ദേഹം നമ്മുടെ ഗുരുവല്ല, ഇതിവിടെ പാടില്ല. അദ്ദേഹം പറഞ്ഞു, ഗുരുവെന്ന് പറയരുത്. അവിടുന്ന് സർവേശ്വരനാണ്. ആരു പറഞ്ഞാലും ഞാൻ ഈ മുറി അടക്കില്ല. അദ്ദേഹം ശരീരം ത്യജിച്ചപ്പോൾ ഇന്തോനേഷ്യൻ ടിവി ചാനലുകൾ ലൈവായി കാണിച്ചതാണ് അദ്ദേഹത്തിന്റെ കക്ഷത്തിൽ നിന്നും നവരത്നങ്ങൾ വീഴുന്നത്. ശരീരം തന്നെ രത്നമായി മാറി. അദ്ദേഹം അത്രയും ആത്മീയമായി ഉയർന്ന ഒരു മനുഷ്യനായിരുന്നു. ശ്രീ വിജയ് മേനോന്റെ പ്രഭാഷണത്തിൽ നിന്നും